ചെണ്ടുമല്ലി കൃഷി ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഇനങ്ങളായ ഹൈബ്രിഡ് ചെണ്ടുമല്ലികൾ, നല്ല തൈകൾ കാവുങ്ങൽ അഗ്രോടെക്കിൽ ലഭ്യമാണ്. എന്നാൽ ചെണ്ടുമല്ലിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലകളിൽ കാണുന്നതായ ഈ ഇല കരിച്ചൽ രോഗമല്ല, ഇതൊരു കീടമാണ്. ഇത് ഒരു ചിത്രകീടത്തിൻ്റെ ഒരു ആരംഭമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ചിത്രകീടത്തിനെതിരെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്. ബെൻസ്, ഇമാക്റ്റിൻ ബെൻസോയിറ്റ് എന്ന് പറഞ്ഞ കെമിക്കലാണ്. ഇത് 1/2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ ചിത്രകീടത്തിൻ്റെ രൂക്ഷത കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ നമ്മളിത് തൈകൾ നടുമ്പോൾ ഓരോ കുഴികളിലും ഒരു 50 ഗ്രാമെങ്കിലും കുമ്മായ വസ്തുക്കൾ നിർബന്ധമായി കൊടുത്തിരിക്കണം. ധാരാളം ജൈവവളം ഇതിനാവശ്യമാണ്. ജൈവവളം മിക്സ് ചെയ്തിട്ട് ആ കുഴികളിലാണ് ഇത് നടേണ്ടത്. അപ്പോൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകും. കൂടാതെ സ്യൂഡോമോണാസ്, അതുപോലെ തന്നെ ട്രൈക്കോഡെർമ. സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 25 ഗ്രാം, ട്രൈക്കോഡെർമ 25 ഗ്രാം ഈ ജൈവവളത്തിന് കൂടി ചേർത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വേരുകൾ കൂടുതലായി ഉണ്ടാകുന്നതിന് വേണ്ടി തൈകൾ നട്ട് കഴിഞ്ഞ് ഒരു ആഴ്ചയ്ക്ക് ശേഷം വാം എന്നിട്ടുള്ള, അതായത് വേരുകളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജൈവ ഉൽപ്പന്നമാണ് വാം. AMF എന്ന് പറയും, ആർബസ്കുലാർ മൈക്രോറൈസ ഫംഗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടി രൂപത്തിൽ, ലിക്വിഡ് രൂപത്തിൽ ലഭിക്കും. ലിക്വിഡ് രൂപമാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ചേർത്തിട്ട് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു 1/2 ലിറ്ററെങ്കിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേരുകൾ ഉൽപ്പാദിപ്പിച്ച് ചെടിക്ക് ഗ്രോത്ത് ലഭ്യമാക്കാൻ കഴിയുന്നതാണ്.